അവർക്ക് പണമാ മുഖ്യം. അതുകൊണ്ട് ആ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവം അവര് കാണിക്കുന്നത്. പണം വേണ്ട, പണമല്ല മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും. ഞാനൊക്കെ പറയാറുണ്ട്, കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട്, മോനെ പെണ്ണെട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കും എന്താ ഇപ്പൊ ഡിമാൻഡ്? അതിന് അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല. കേൾക്കുമ്പോ നമ്മളും വിചാരിക്കും ഖുർആന്റെ നടുക്കഷ്ണാണ്. എല്ലാരും അങ്ങനെയാന്നല്ലോ, ഒരു ഡിമാൻഡും ഇല്ലാന്നറിയും. ഒരു സാധു കുട്ടീനെ കിട്ടിയാ മതി, കാണാൻ ഇച്ചിരി വർക്കത്തുള്ള, അല്ലെങ്കിൽ കയറി ചെല്ലാൻ ഒരു പൊരള്ള ഒരു കുട്ടീനെ കിട്ടിയാ മതി. വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇല്ലട്ടോ. ഈ ചിന്തിക്കുന്നത് ചിലപ്പോ നബീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്കതില്ല, ഞാൻ ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാം. ഇത് കേൾക്കുമ്പോ ആലോചന കൊണ്ടുവരുന്നോലും കരുതും അൽഹംദുലില്ലാ ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷപ്പെടട്ടെ. കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അമ്മാന്റെ ചോദ്യം വേണം ചില പെൺകുട്ടികളെ നേരെ. അല്ലോടെ, എനക്ക് അമ്മമാരില്ലേ? ഓ, അമ്മമാർ എനിക്ക് എന്താ തന്ന്? അമ്മനൊന്നും തന്നില്ല. എനിക്ക് ആങ്ങളാരില്ലേ? ഓ, ആങ്ങളാരെന്താന്ന് ചോദിച്ച് ചോദിച്ച് ഇപ്പോഴും പെൺകുട്ടിയുടെ മനസ്സ് ബേജാറാക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങളല്ലോ ചിലന്മാര്. അമ്മമാരെ കണക്കെടുക്കും, എളാപ്പാരെ കണക്കെടുക്കും, അതിൽ പൈസക്കാരെത്ര ഉണ്ടെന്ന് ചോദിക്കും, ഓലെന്തൊക്കെ തന്നെന്ന് പറയും. കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടടക്കുന്നവര്. പണമാ ചിലർക്ക് മുഖ്യം. പണം മാത്രം നോക്കി മാത്രം കുടുംബം തിരയുന്നവരുണ്ട്. മക്കൾക്ക് പഠിച്ച തമ്പുരാന്റെ ദുനിയാവില് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലേ?